നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ തന്നെ നൽകാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ അനുഭവിച്ചു പോരുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സങ്കടങ്ങൾ, നഷ്ടങ്ങൾ സംഭവിച്ച വ്യക്തികളുടെ എനർജി ഇവിടെ കാണുവാനായി സാധിക്കുന്നു. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചിട്ടുണ്ട് എന്നും കാണുന്നു. പല കാര്യങ്ങളിലും എന്ത് ചെയ്യണം എന്നറിയാത്തതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ആഗ്രഹങ്ങൾ പലപ്പോഴും നിങ്ങളെ കൺമുൻപിൽ തന്നെ തകർന്ന് വീഴുന്നതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പല ആഗ്രഹങ്ങളും നടക്കാത്തതായ സാഹചര്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിൽ, പ്രണയ ജീവിതത്തിൽ അത്തരത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചില കാര്യങ്ങൾക്ക് വേണ്ടി പഴി കേൾക്കേണ്ടതായി വരുന്ന സാഹചര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. വളരെയധികം പ്രയാസം, സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നേട്ടങ്ങൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങളൊക്കെ നിമിഷങ്ങൾ കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഇപ്പോഴും അത്തരം കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകണം, അതായത് എപ്രകാരം നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു തരത്തിലും സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കാത്തത് അത് ജീവിതത്തിൽ പല വിഷമതകൾക്കും കാരണമായി തീരുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിൽ നിന്നും മോചനം വേണം. ഇപ്രകാരം മുന്നോട്ട് പോയാൽ സാധിക്കില്ല എന്ന തിരിച്ചറിവും നിങ്ങളിലുണ്ട് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. സന്ദേശം തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും പോസിറ്റീവായ ജീവിതത്തിലേക്ക് നയിക്കുവാൻ, കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ഹൃദയം തകർന്ന വേദനകൾ നിങ്ങൾക്കുണ്ട്. അത്തരം വേദനകളിലൂടെ രൂപപ്പെട്ടിരിക്കുന്നതായ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നതായ സാഹചര്യം അല്ലെങ്കിൽ പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരും. പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ശ്രദ്ധയോടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് പരിശ്രമിക്കുന്നു എങ്കിൽ വലിയ വിജയങ്ങൾ തന്നെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായി ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുന്നതായി കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അപ്രതീക്ഷിതമായി നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക്, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശമായി നൽകുന്നത്. വികാരങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാനായി കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ രൂപപ്പെടും എന്നും നിങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കുവാൻ സാധിക്കും എന്നും കാണുന്നു. അത് ദേഷ്യമാകാം, സങ്കടങ്ങൾ, സന്തോഷം എന്നിവ നിയന്ത്രിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നൽകുകയും ചെയ്യും. എന്നാൽ ക്ഷമയും കഴിവും നിങ്ങൾക്ക് ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും എന്നും അതും നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പല തീരുമാനങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ എല്ലാം തന്നെ ഒരു പരിവർത്തന ഘട്ടത്തിലേക്ക് കടക്കുന്നതായാണ് കാണുവാനായി സാധിക്കുന്നത്. കാരണം ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു.
ശക്തമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഈ പ്രതീക്ഷകൾ പലതും പൂവണിയുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾക്കായി പരിശ്രമിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പല മാർഗങ്ങളിലൂടെയും ഇതിന് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് നഷ്ടങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും തിരിച്ചറിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. എപ്രകാരം സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളണം, സാമ്പത്തിക നഷ്ടങ്ങൾ എപ്രകാരം നികത്തുവാൻ സാധിക്കും, ഇതേക്കുറിച്ച് വ്യക്തമായി തന്നെ ബോധ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നും കാണുവാനായി സാധിക്കുന്നു. മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞ് കൊടുക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുകയും അവർക്ക് ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകുവാനുള്ള അവസരം നിങ്ങളായി തന്നെ ഒരുക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. പുതിയ സംരംഭങ്ങൾ, പുതിയ തുടക്കങ്ങൾ കുറിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾ പുരോഗതി പ്രതീക്ഷിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും തിരിച്ചറിവ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അന്വേഷിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. പരിശ്രമിക്കുന്നതായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും. നീതി ലഭിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ചെയ്യാത്ത പല കാര്യങ്ങൾക്കും പഴി പലപ്പോഴും കേൾക്കേണ്ടതായി വരുന്ന സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിനെ, സത്യസന്ധമായിട്ടുള്ള മനസ്സിനെ പലരും മുതലെടുക്കുകയും അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത്തരം ചില കാര്യങ്ങളിലും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായ സാഹചര്യം വന്ന് ചേരുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതുവരെ ചെയ്യാത്തതായ ആവേശകരമായിട്ടുള്ള സാഹസികമായ യാത്രയിലേക്ക് പലരും പോകുന്നതായാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പുതിയ വെളിച്ചം, അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. വളരെ ദുഷ്കരമായിട്ടുള്ള സമയത്തിലൂടെയാകാം നിങ്ങളിൽ പലരും കടന്നു പോകുന്നത് എന്നും കാണുവാനായി സാധിക്കുന്നു. ഇപ്പോഴും കാര്യങ്ങൾ മെച്ചപ്പെടുന്നു എന്നും പല കാര്യങ്ങളിലും സമൃദ്ധിയും ബുദ്ധിപരമായ നീക്കങ്ങളും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്നും കാണുന്നു. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചിട്ടുള്ള വ്യക്തികളുടെ എനർജി കാണുവാനായി സാധിക്കുന്നു. ചുറ്റുമുള്ളവരിലേക്കും പല കാര്യങ്ങളും പകർന്നു നൽകുവാനായി സാധിക്കും നിങ്ങൾക്കും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ആകർഷിക്കുവാൻ സാധിക്കും. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്നും കാണുന്നു. മാനസികാവസ്ഥയിൽ പല രീതിയിലും മാറ്റങ്ങൾ വന്നു ചേരാം. ജീവിത സാഹചര്യങ്ങൾ പോലും അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വളരെ പെട്ടെന്നായിരിക്കില്ല പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുക, എന്നാൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന സൂചന തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ബന്ധങ്ങളാണ് എങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ്. പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഫലം അനുകൂലമായി ലഭിക്കും എന്നും കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില ട്രാൻസ്ഫോർമേഷൻസ് വരാൻ പോകുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്രതീക്ഷ മാറ്റം നിങ്ങളിൽ വന്നു ചേരാം. അകന്നു നിൽക്കുന്നവർ പോലും നിങ്ങളിലേക്ക് അടുക്കുവാനുള്ള സാധ്യതകൾ അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെ രൂപപ്പെടാം. നിങ്ങൾക്ക് ദേഷ്യമുണ്ട് എങ്കിൽ ആ ദേഷ്യങ്ങൾ മാറുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്.
പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ഈ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക.